ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കാവ്യ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടി ഉണ്ടാവുമ്പോ നമ്മൾ അവിടെ ഉണ്ടായപ്പോ താഴെ വീട്ടിലുണ്ടായപ്പോ ഇവൻ ചെറുതുണ്ടായി. അപ്പൊ നടക്കണേണ്ടായില്ല, കവന്ന് പോണ്ടായി. അപ്പൊ നമ്മൾ അവിടുന്ന് വിട്ട് വന്നപ്പോഴാണ് നമ്മൾ നടക്കണതൊന്നും കണ്ടിട്ടില്ല. പിന്നെ നോക്കുമ്പോ നടക്കുന്നുണ്ട്. അമ്മയും പിന്നെ അനിയത്തി ഇവിടെയെല്ലാം വരാനുണ്ടായത്. അവര് ഒരിടത്തിൽ പോയിന്നത്രേ. അമ്മ പണിന്ന് വന്നിട്ടുണ്ടായില്ല. അപ്പൊ ഇവള് എന്നെ കൂട്ടിട്ട് കുട്ടീനെ കൂട്ടിട്ട് വന്നത്. അയ്യാ അങ്ങനെ അമ്മ ഒരു ദിവസം വരാന്ന് പറഞ്ഞില്ലത്രേ. ഇത് എന്തോ ഒരു പുളി കൊടുത്തു വെച്ചു. എന്ത് പുളി? അത് ചെറുപുളി മാതിരി കുറച്ച് വലിയ സൈസ് ആവണ പുളി. അതങ്ങനെ നോക്കാം, അച്ചാറിട്ട് നോക്കാം നമുക്ക്. നോക്കല്ലേ, അച്ചാറിട്ട് നോക്കാം. അപ്പൊ നിങ്ങള് അച്ചാറിടണോ? നിങ്ങള് അച്ചാറിട്ട നല്ല ടേസ്റ്റ്. ഇന്ന് അച്ചാർ പറഞ്ഞ ഉപ്പിലിടല്. നാളെ മറ്റന്നാൾ ദിവസം ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഉപ്പ് പിടിച്ച പിന്നെ നമുക്ക് അച്ചാർ പൊടിയെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് അച്ചാറിടാം. അങ്ങനെയാക്കാം. എപ്പാക്കിയാലും നിങ്ങളാക്കണം. അത് എന്ത് പറഞ്ഞാൽ നിങ്ങളുടെ കൈവിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അച്ചാർ ഒരിക്കൽ ആക്കിയിട്ടുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ കൈപ്പുളി കിട്ടിയപ്പോ ആക്കിയിട്ടുണ്ടായില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായി. അതിനാണ് ഇത് ഇത്ര ദിവസം 2-3 ദിവസം ഇത് കൊടുന്ന് വെച്ചിട്ട് പാലട്ട് എടുത്തേ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായി. അപ്പൊ ഇത് നന്നായിട്ട് കഴുകിട്ട് കഴുകിട്ട് ഇനി ഇതാക്കണം, തുടക്കണം. തുണിയില് വെള്ളത്തിന്റെ ഇതെടുക്കാൻ പാടില്ല. അതെ, വെള്ളത്തിന്റെ പശല എടുക്കണം. അപ്പൊ കഴുകിട്ട് വരാം. നല്ല കഴുകി എടുക്കാം അല്ലേ. ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കണം അല്ലേ. അതിന്റെ കുരു എടുക്കണം. അതെ, ബാലറ്റിനൊക്കെ ഇങ്ങനത്തെ പണിയെല്ലാം ഇഷ്ടം തന്നെ. അങ്ങനെയല്ലേ പറഞ്ഞാലേ ഇങ്ങനെ ഇടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയും. കുറച്ച് എടുക്കട്ടെ എന്ന്. ഇല്ലെങ്കിൽ എനിക്കാവൂല, നീ വേണമെങ്കിൽ എടുത്തോ പറയില്ലേ അതിന്. എടുക്കാതെ അങ്ങനെ ഇടും. ചിലപ്പോ നമുക്ക് അറിയാത്ത പോലെ നമ്മൾ അങ്ങനെ ഇടണ്ടായി. ഇപ്പൊ അറിഞ്ഞും കൊണ്ട് അത് എടുക്കണം. അത് ഇട്ടാലല്ലേ കഴിക്കും. പിന്നെ ഇന്ന് ഈ ചെറുപുളിയോ പിന്നെ ഈ പുളിയോ ഇത് കൊറേ ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് കൈപ്പുളി ഒന്നേ കേട് വന്നുകൊണ്ട് അപ്പൊ ഇതിന് ഉപ്പിലിട്ട് കളയാം. ഇത് വേറെ അത് വേറെ ഇടാല്ലേ. ചെറുപുളി വേറെ കൈപ്പുളി വേറെ. ഇതുണ്ടല്ലേ, ഇത് ഈ പുളി നല്ലതാ. എന്തിനറിയാവല്ലേ, ഇത് രാവിലെ എണിച്ചിട്ട് നമുക്ക് തല ചുറ്റും. ചിലപ്പോ കടുക്കപ്പായി എണിക്കുമ്പോ തല ചുറ്റും. പിത്തല്ല അങ്ങനത്തെ അവരുണ്ടെങ്കിൽ ഇതിനെ പിഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് രാത്രി ഇത് മഞ്ഞത്ത് വെച്ചിട്ട് രാവിലെ എണിച്ചിട്ട് വെറും വയറ്റില് കുടിച്ചിട്ട് അത് വേറെ എടുത്തു കൊടുക്കണോ? നമ്മുടെ നിലത്തിൽ കാല് കുത്താണ്ട് അങ്ങനെ ഇറങ്ങി കൊണ്ടുവന്ന് കൊടുത്തിട്ട് രാവിലെ എണിച്ചിട്ട് ഒരു 5:30 മണിക്ക് അത് കുടിച്ചിട്ട് 1 മണിക്കൂർ ഒന്നും കുടിക്കാൻ പാടില്ല, കാപ്പി വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. അങ്ങനെ കിടക്കണം. അങ്ങനെ എത്ര ദിവസം ആക്കണോ? അപ്പൊ പിത്ത ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇതിന് മിക്സ് ആക്കാം. ഈ ഉപ്പെല്ലാം ഇട്ടിട്ട് കട്ടാക്കിട്ടല്ലായി. ഈ ഉപ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നല്ല മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ബാട്ടിലിൽ ഇടാം. ഇട്ടിട്ട് ഒരു 5-6 ദിവസം ഒരു ലേശം ഉപ്പ് പിടിക്കുന്നവരെ ഈ ബാട്ടിൽ വെച്ച് വെക്കാം. പിന്നെ നമുക്ക് മസാല കൂട്ടിയിട്ട് ഇപ്പൊ ഈ ബാട്ടിലിടാം. മിക്സായി സെപ്പറേറ്റ് അടിക്കാം.
ചെറുപുളി വരെ കൈപ്പുളി വരെ. കുറച്ച് നല്ല കയ്പുണ്ടാവും അത് കൈപ്പുളി. കൈപ്പുണ്ടാവും എന്നാലും ചിലർക്ക് കൈപ്പുളി ഇഷ്ടം. പിന്നെ ഒരു ബണ്ട് പുളി ഉണ്ട്. ബണ്ട് പുളി എനിക്ക് ഇഷ്ടം. എനിക്കും അത്ര. എനിക്ക് പിന്നെ ഈ ചെറുപുളി അത്ര ഇഷ്ടമല്ല. എനിക്ക് കൈപ്പുളി ബണ്ട് പുളി പറഞ്ഞ ഇഷ്ടം. കുരു വലിയ വലിയ കുരുവല ഇല്ല, വലിയ കുരുവായിട്ട് കുരുവെല്ലാം എടുത്ത് ചാടണം. കാന്താരി മുളക് ഇങ്ങനെ ഇടണം അല്ലേ? തണ്ടെടുക്കോ? ഇപ്പോഴേ വായില് വെള്ളം വരും. നേരത്തെ വന്നുകൊണ്ട് എന്താ പുളി മാങ്ങ പറയുമ്പോ വായിൽ നമുക്ക് അറിയാണ്ട് വെള്ളം വരൂ അല്ലേ? കട്ടാക്കിട്ട് ഇട്ടിട്ടല്ലേ ഇപ്പൊ? അതെ, കൈപ്പുളിയിൽ നല്ല വെള്ളമുണ്ട് അല്ലേ? അതെ, നമുക്ക് ഇതിങ്ങനെ വെക്കാം. നല്ല ഉപ്പ് പിടിക്കട്ടെ. ഒരു 3-4 ദിവസം വെക്കണം അല്ലേ? പിന്നെ നമുക്ക് മസാല ഇട്ട് ഇതേ ബോട്ടിലെല്ലാം ഇട്ട് വെക്കാം. പിന്നെ മസാല എല്ലാം ഇടുമ്പോ ഈ ബോട്ടിലെല്ലാം പിന്നെ നമ്മൾ കൈകിട്ട് വൃത്തിയാക്കി ഉണക്കണം. തുണി കൊണ്ട് നല്ല തുടച്ച് വെള്ള മസാല ഉണ്ട്. മാത്രം ഇത് കാറ്റ് പോകാണ്ട് വെച്ചാൽ കുറെ ദിവസം വരെ നമുക്ക് അച്ചാർ കഴിക്കാം. ഓക്കെ. രാജു രാജു ഇത് അപ്പൊ നമുക്കൊരു വിരുന്ന് വന്നിട്ടുണ്ട്. അതെ, ഈ കുട്ടീനെ മടിയിലിട്ടോണ്ടല്ല നാം പാട്ട് പറഞ്ഞു. നമ്മൾ ആദ്യം ഉണ്ടായല്ല ആ പോരന്റെ അടുത്ത് ഉണ്ടായവര് കേരളത്തിന് കെട്ടിച്ചു കൊടുത്ത ഇത് അവളുടെ കുട്ടി രാജീവ് പറഞ്ഞിട്ട് കെട്ടേണ്ട പേര്. പിന്നെ അവിടെ ഇരിക്കുമ്പോ വീഡിയോ തന്നെ നിന്നൊക്കെ അനിയത്തിയെല്ലാം നിന്ന് കേക്ക് കട്ടാക്കുമ്പോള്ള വന്നിട്ടുണ്ട്. ചെറിയ കുട്ടി. അതെ, ഇപ്പൊ നടക്കുന്നുണ്ട് മെല്ലെ മെല്ലെ. അങ്ങനെ നമ്മുടെ ഇവിടേക്ക് ആരും വരുന്നില്ല. ഇപ്പൊ വന്നിട്ട് അവിടെ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് നമുക്ക് ഭയങ്കര കൊണ്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര ബേജാറല്ലേ ഇത് ഇവിടെ. മുഖ്യമായിട്ട് ആള് അതെ, അവള് കാവ്യ അവളുടെ പേര്. അതെ, അമ്മ വരില്ലേ? അമ്മ അപ്പൊ ഇത് 4-5 ദിവസമായി നമ്മളിത് ഉപ്പിലിട്ടിട്ട്. അപ്പൊ ഇന്ന് ഇതിന് മസാല ചേർക്കും. ഉപ്പ് വലിക്കാന്നല്ലേ? ഇന്ന് അതിന്റെ പൊടിയെല്ലാം കൊണ്ടുവന്നു അച്ചാർ പൊടി. അപ്പൊ അതെല്ലാം ഇട്ടിട്ട് നമുക്ക് അച്ചാർ റെഡിയാക്കാം. ഇത് പിടിക്കുവോ രണ്ടും? കേട്ടോ, അച്ചാറിന്റെ രണ്ടും കൊടുക്കുന്നു. പല്ല് കണ്ട് ഈ പൊടിയെല്ലാം ചേർത്തിട്ട് അച്ചാർ കുഴച്ചിട്ട് നമുക്ക് താൽച്ചാലായി ഉപ്പെല്ലാം ശരിക്ക് കുടിച്ചിട്ടുണ്ട്. ഇനി വെച്ചിട്ട് വെക്കൽ മാത്രമേ ഉള്ളൂ. അച്ചാർക്കിടാണ് അതെ മതിയല്ലേ? മതി. തേങ്ങ ഒരുമാതിരി മണം വരും. എത്ര? 2 സ്പൂണ്? 3 സ്പൂൺ. മതി. കുറച്ച് ആശയം ഉലുവ. മസാല ഇട്ടുണ്ട്. എത്ര? ഒരു പാക്കറ്റ് ഫുള്ള് ഇട്ടാ? മസാല ഇടുമ്പോ തീ കുറയ്ക്കണം അല്ലേ? ലേശം മഞ്ഞൾപ്പൊടി.
ലേശം മഞ്ഞപ്പൊടി. കുറവായതിന് കുറച്ചും കൂടി ഇട്ടതല്ലേ? അച്ചാർ സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഒരു സ്പൂണ് നല്ല എരിവുണ്ട്. ആ നല്ല എരിവുണ്ട്, കുറച്ചിട്ടാ മതി. ഒരു സ്പൂൺ ഇടാം. മുളക് പൊടി. ഇനി ഇത് കറണ്ട് പോയി നല്ല നേരത്തെ. ആ പുളി അല്ലേ? നല്ല ചൂടായി. ഇപ്പൊ ഈ പുളി ഇടാം. ഇത് കൈപ്പുളി അല്ലേ? കൈപ്പുളി. ചെറുപുളി ഉണ്ട്. നല്ല കളറായി അല്ലേ? നല്ല കളർ വന്നു. നല്ല പാങ്ങായി. നല്ല എണ്ണ പറയൂല്ലേ? നല്ല എണ്ണ കേട്ടില്ല? ആ അതിൽ അച്ചാർ ഇടണം, അത്ര നല്ല ഉണ്ടാവും. എത്ര കാലായാലും ഒന്നും ആവൂല എന്ന് പറയൂ. വായിൽ വെള്ളം അത് ഒരു പീസ് എടുത്ത് വായിലിട്ട് അവനക്ക് നല്ല തണി ചൂട് ചൂട് ഇട്ടാൽ അത് പോയി പോകും. ഉപ്പുണ്ടാ നോക്കാം. അച്ചാർ റെഡി ആയിന്. ഉപ്പുണ്ട അതെയാ? സൂപ്പർ 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 സൂപ്പറായില്ലേ? അവനക്ക് തിന്നച്ചാ നല്ല പാങ്ങുണ്ട്. സൂപ്പറായി. അതെ, ഞാനൊന്ന് നോക്കട്ടെ നോക്കിട്ട്. സൂപ്പറാ, അടിപൊളി. അങ്ങനെ ഇന്ന് നമ്മള് അച്ചാറാക്കി അല്ലേ? അച്ചാറാക്കി. പിന്നെ അച്ചാർ മുറിച്ച് 2-3 ദിവസം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അച്ചാർ സൂപ്പർ ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോ അപ്പൊ ആ ടേസ്റ്റ് നോക്കാൻ ഒരാള് നോക്കി. അങ്ങനെ അച്ചാർ സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞ. അതെ, പാങ്ങായിന്. നല്ല ഉപ്പ് പിടിച്ചിന്. നല്ല പാങ്ങായിന്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കി ഷെയർ ആക്കി സബ്സ്ക്രൈബ്. അതെ, ബൈ. നല്ല അച്ചാർ നിങ്ങളും ആക്കി. അതേപോലത്തെ അച്ചാർ നിങ്ങളും ആക്കി. അതിൽ അറിയുന്ന പോലെ ഞാൻ ആക്കിയത്. എന്താ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം.